ഇനി എൻ്റെ അപ്പോൾ തൊഴിലിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. ഇനി എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം കേട്ടോ. 1979 ഇവിടെ വന്നു. അതുകൊണ്ട് കുറച്ച് ഹിന്ദുക്കളെ ഉള്ളായിരുന്നു അന്നിവിടെ. അപ്പോൾ സൺഡേയ്സ് ഞങ്ങൾ മാസത്തിലൊരിക്കൽ ഓരോ വീടുകളിൽ ഇങ്ങനെ കൂടും. അല്പം ചിക്കൻ കറിയും ചോറും ഒക്കെ ആയിട്ട് അങ്ങനെയാണ് അവിടുന്ന് തുടങ്ങിയത്. പിന്നീട് അത് വളർന്നു, അംഗസംഖ്യയൊക്കെ കൂടി. അപ്പോൾ കേരള ഹിന്ദുസ് ഓഫ് ഹ്യൂസ്റ്റൺ, അതായത് KHS ഉണ്ടാക്കണമെന്നും പറഞ്ഞുകൊണ്ട് അതിന് ഏറ്റവും മുൻകൈയിൽ നിന്ന് പ്രവർത്തിച്ച ആൾ ഒരു CPI മിസ്റ്റർ മാധവൻ പിള്ള എന്ന് പറയുന്ന എൻ്റെ ഹസ്ബൻഡ് ചന്ദ്രശേഖരൻ ഉണ്ണിത്താനും എല്ലാവരും കൂടി. അങ്ങനെ 1983 ഇവിടെ KHS എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഒഫീഷ്യലി ഉണ്ടാകുന്നത്. അന്നേരം അതിന് 1000 പേരോളം, അന്നേരം 1000 പേരേ ഉള്ളൂ എല്ലാവരും കൂടെ. പിന്നെ നമ്മൾ ക്രിസ്ത്യൻസും എല്ലാവരും കൂടെ അപ്പോൾ അതിനു വേണ്ടിയിട്ട് 1000 പേർക്ക് അന്ന് അവിയൽ വെച്ചു. അന്ന് കൈച്ചരവയാണ്, തേങ്ങാപ്പൊടിയും ഒന്നുമില്ല. അവിടുന്നാണ് ജീവിതം തുടങ്ങുന്നത്, പിന്നെ ഒഫീഷ്യൽ ജീവിതം. പിന്നീട് 1985 കൃഷ്ണചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളിനെ കൊണ്ടുവന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്തി. ഡള്ള സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. എൻ്റെ ഹസ്ബൻഡായിരുന്നു അതിന് മുൻപിലൊക്കെ നിന്നത്. അന്നാണ് അലീഷ്യ എന്ന് പറയുന്ന ഇവിടെ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായി. 3 ദിവസം ഞാൻ ബെൻഡാബിലായിരുന്നു, രാവും പകലും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാലൻ്റെയും സോമരാജൻ്റെയും ഒക്കെ കൂടെ കടയിൽ പോയി അരിയും അരിപ്പൊടി കടുക് തൊട്ടെല്ലാം മേടിച്ചു. ഒരു ബാലൻ്റെ വീട്ടിൽ വെച്ചാണ് 1500-2000 പേർക്ക് പ്രഥമൻ ഉണ്ടാക്കണം. അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ച് വാഴയിലയിൽ അത് പരത്തി അത് ഉണ്ടാക്കി. ഞാനും ഒരു ശ്യാമളയും ബാലൻ്റെ ഭാര്യയും ഹോമനയും കൂടെ. അങ്ങനെയൊക്കെയാണ് ഹിന്ദു സൊസൈറ്റി. ഇന്നത് വളർന്ന് വന്ന് KHNA ആയി, അതായത് കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക. ഇപ്പം വലിയ നേതാക്കന്മാരും ഒക്കെയാണ് അതിൽ പ്രവർത്തിക്കുന്നത്. ഞങ്ങളൊക്കെ അങ്ങോട്ട് ചെന്നാൽ അവരാരും നമ്മളെ അറിയത്തുമില്ല, നോക്കത്തുമില്ല. ഈ കഴിഞ്ഞിടയ്ക്ക് ഇവിടെ ഒരു KHNA കൺവെൻഷൻ നടന്നു. ഞാനവിടെ പോയിരുന്നു, വലിയ ഭാഗഭാഗമൊന്നും അല്ലായിരുന്നു. അങ്ങനെയാണ്. എന്നാലും ഞാൻ പിന്മാറിയിട്ടില്ല. അതാണ് ഇവിടുത്തെ KHNAയും KHS എന്നും ഒക്കെ എല്ലാവരും ചോദിക്കുന്നതിൻ്റെ കഥ. പിന്നീട് എൻ്റെ മറ്റേ ഔട്ട്സൈഡ് ജീവിതം പറയാം. പിന്നീട് NSSൽ ഞാൻ പ്രസിഡൻ്റാകത്ത ഒരു അസോസിയേഷനും ഇവിടെ ഇല്ല. മലയാളി അസോസിയേഷൻ KHSൽ കമ്മിറ്റിയിൽ ഫുഡ് കോർഡിനേറ്റർ, കമ്മിറ്റി മെമ്പറൊക്കെ ആയിട്ട് പലപ്പോഴും പ്രവർത്തിച്ചു. 2003 മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റായി. അവിടെ വെച്ച് ഒരുപാടും കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അന്നൊക്കെ റെസ്റ്റോറൻറ്റുകളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എന്നെ ആദ്യമായിട്ട് അവിടോട്ട് മലയാളി അസോസിയേഷനിൽ കൊണ്ടുപോയത് എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല. ഒരു മാത്യു മത്തായിയാണ്. അദ്ദേഹം എങ്ങനെയോ മനസ്സിലാക്കി എന്നിൽ എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അതാണ് അത് 1996 2003 ഞാൻ മലയാളി അസോസിയേഷനിൽ പ്രസിഡൻ്റ് ആകുന്നത്. പിന്നീട് ഒരുപാട് നമ്പർ ഓഫ് 2007 എനിക്ക് കുറച്ച് ഓർമ്മകളൊക്കെ ഉണ്ട്, ക്ഷമിക്കണം നിങ്ങൾ. അപ്പം അഹമ്മദാബാദിൽ ഒരു ഭൂകമ്പം നടന്നപ്പോൾ $7,500 അന്ന് സമാഹരിച്ച്. ലാട്ടൂർ ഭൂകമ്പമാണോ? ലാട്ടൂറാണോ അതോ കച്ചിലായിരിക്കും? അന്നേരത്തെ മലയാളി അസോസിയേഷൻ്റെ ത്രൂ സമാഹരിച്ച് വാങ്ങിടി എന്ന് പറയുന്ന കൗൺസിലിൻ്റെ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ അന്ന് വന്നിരുന്നത് തോമസ് ഊട്ടി നെയ്ച്ചേരിൽ, ശശിധരൻ നായർ, മലയാളി പേപ്പറിൻ്റെ ഓണർ മലയാളി തോമസ്, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ കുറേ നാൾ അവിടെ കഴിച്ചു. അക്കാലത്താണ് വേൾഡ് മലയാളി കൗൺസിൽക്കാർ മനസ്സിലാക്കി ഈ സ്ത്രീക്ക് എന്തൊക്കെയോ ഹാർഡ് വർക്കിംഗ് ക്വാളിറ്റി ഉണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം രാവിലെ ജേക്കബ് കുടസനാടും SK ചെറിയ ബെല്ലടിക്കുന്നു ആരോ. ഞാൻ വന്ന് നോക്കിയപ്പോൾ ജേക്കബ് കുടസനാടും SK ചെറിയാച്ചനും വാതുക്കൽ. എന്താ രാവിലെ വിളിക്കാതെ ഇങ്ങോട്ട്? ആ ചേച്ചി ഒരുപാട് നാൾ മലയാളി അസോസിയേഷനിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല, ഇനിയും ഞങ്ങളുടെ കൂടെ കുറച്ച് നാൾ. അങ്ങനെ അവരുടെ കൂടെ 2004 തൊട്ട് 5, 6, 7, 4 വർഷം പ്രസിഡൻ്റായിട്ടൊക്കെ പ്രവർത്തിച്ചു. ആ കാലത്താണ് ഫാൻസിമോൾ പള്ളാത്തോട് എന്ന് പറയുന്ന ആൾ എൻ്റെ കൂടെ സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്നു. ഫണ്ട് റേസിങ് പ്രോഗ്രാമൊക്കെ നടത്തി. നല്ല അന്ന് ഞാൻ അവിടെ ചെല്ലുമ്പം 15 മെമ്പേഴ്സ് പോലും മെമ്പേഴ്സില്ല. അതിനെ ഞാൻ വളർത്തി 90 ഫാമിലിയോളമാക്കി. പിന്നീട് അവിടെ വെച്ചാണ് കുറേ ഫണ്ട് സമാഹാരമൊക്കെ ചെയ്തിട്ട് പിന്നെ ചെങ്ങന്നൂർ, പത്തനംതിട്ട, റാന്നി ഇവിടുത്തെയൊക്കെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലെ ലേബർ റൂമൊക്കെ പെയിൻറ്റ് ചെയ്തു, ലേബർ ടേബിളും ഒക്കെ മേടിച്ച് കൊടുത്തു.
ഹിബയല്ല അങ്ങനെ അന്ന് അതിന് നാട്ടിൽ എന്നെ സഹായിച്ചത് ഇന്ദിരാരാജൻ എന്ന് പറയുന്ന വേൾഡ് മലയാളിയുടെ വിമൻസ് ഫോറം നാട്ടിലെ ചെയർപേഴ്സണായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തു. പിന്നെ ഇവിടെ അക്കാലത്താണ് ഇവിടെ ഇൻഡോ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ തുടങ്ങുന്നത്. പിന്നെ അവിടോട്ടും പോയി, അവരും അക്കാലത്ത് അവിടെയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2006 തൊട്ട് ഞാൻ ഓർത്തു ഇങ്ങനെ ഇവിടെയൊക്കെ ഞാൻ ഒത്തിരി ചെയ്യുന്നു. അപ്പം ഒരു നാട്ടിൽ നിന്നൊരു കൊച്ചെന്നെ വിളിച്ചു, സുനിത നായരെന്ന് ഏതാണ്ട് പേര്, ജീവിക്കാൻ മാർഗമില്ല, ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ കേട്ടു. പിന്നെ പലരിൽ നിന്നും 50-100 വീതമൊക്കെ സമാഹരിച്ച് ആ കൊച്ചിന് നഴ്സിംഗ് ഡിപ്ലോമ പഠിക്കാനുള്ള കാശ് അയച്ചു കൊടുത്തു. പിന്നീട് വേറെ ഒരു കുട്ടി വിളിച്ചു, ലക്ഷ്മി പിള്ള. പിന്നെ വേറെ ഒരെണ്ണം ഡോണ മറിയ ഡൊമിനിക്ക്. അങ്ങനെ 4 നഴ്സിംഗ് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് NSS ഇവിടെ തുടങ്ങുന്നത് 2000